എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ 15,000 സബ്സ്ക്രൈബർ എന്ന സ്വർണ്ണ നേട്ടത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിലേ ആ 15,000 എന്ന ഒരു നാഴികക്കല്ലിലേക്ക് എനിക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് പിന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ പച്ച വീട്ടിൽ പ്രശ്നേഷ് അഥവാ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസിലെ രോഹിത്. അദ്ദേഹത്തിന്റെ വീട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കണ്ടന്റുകളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇദ്ദേഹം ആശുപത്രിയിലൊക്കെ പോയി അഡ്മിറ്റായി, ഇദ്ദേഹം ഒളിവിൽ പോയി, ബെയിലെടുത്തു, എല്ലാം കൂടെ ഒരു 75,000 രൂപയോളം ഇദ്ദേഹം ചെലവാക്കി. ഈ 75,000 രൂപ തിരിച്ചു പിടിക്കാനായിട്ട് ഇദ്ദേഹം വീഡിയോ അറഞ്ചം പുറഞ്ചം യൂട്യൂബിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പുള്ളിക്കാരൻ ഇന്നലെ അദ്ദേഹം എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ല, ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ 2ാം ഭാഗവുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2ാം ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുള്ള ന്യായീകരണങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ പറ്റുന്നവർ അവസാനം വരെ കാണാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയ്ക്കും ഒന്നും അങ്ങനെ പറയുന്നല്ല, അപ്പൊ പറ്റുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം പച്ചവീട്ടിൽ പ്രശ്നേഷിന്റെ അനിയത്തി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതായത് മീഡിയ ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് അയ്യോ പാവം പോലെ നിന്ന പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ അമ്മയും കൂടെ പ്രശ്നേഷിനോട് ചൂടാവുന്ന നമുക്ക് കണ്ടു തുടങ്ങാം. അടുത്ത ദിവസം എപ്പോഴാന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് വെക്കണം. അല്ലാണ്ട് ഇത് കയറി ഇറങ്ങി വരാൻ സത്രമൊന്നും അല്ല. ഇനി ചുമ്മാ കയറി ഇറങ്ങി വരാൻ ഇത് സത്രമല്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഇവിടെയുള്ള ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ചുമ്മാ ഇങ്ങനെ കയറി ഇറങ്ങി വരാൻ പറ്റത്തില്ല. ഞങ്ങൾ രാത്രി കാണത്തുള്ളൂ. ഞങ്ങൾക്ക് രാത്രി ഇതൊക്കെ സൗകര്യപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫ്രീ ആണെന്നുള്ള ദിവസം ഒരു ദിവസം പറയുക. അന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ കാണും. എന്താന്ന് വെച്ചാൽ അന്നത്തെ ദിവസം സോഫ അലമാര എന്താന്ന് വെച്ചാൽ ഒറ്റയടിക്ക് എടുത്തോണ്ട് നോക്കണം. മെസ്സേജ് ഇടണം അമ്മച്ചിക്ക്. കാണുന്നുണ്ടല്ലോ. ഓക്കെ, അതാണ് അവിടെ നടന്ന സംഭവം. പ്രശ്നേഷിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഇത് ഡോക്യുമെന്റ് ആക്കിയ സാധനം. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അമ്മയും അദ്ദേഹത്തിന്റെ സഹോദരിയും ഈ പ്രശ്നേഷും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ ചേരി തിരിഞ്ഞ് ഒരു സംഘർഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. സംഘർഷം എന്ന് പറഞ്ഞാൽ ആ സംഘർഷമല്ല, വാക്കുകൊണ്ടുള്ള സംഘർഷം. സംഭവം ഇത്രയേ ഉള്ളൂ. പ്രശ്നേഷിന്റെ സാധനങ്ങൾ എടുക്കണമായിരുന്നു. പുള്ളിക്കാരൻ വന്നു, അമ്മയും പെങ്ങളും കതവ് തുറന്നു കൊടുത്തില്ല. പുള്ളിക്കാരൻ ജനാലയിൽ പോയി ടക്കെന്ന് മുട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നേഷിന്റെ സൈഡിൽ നിന്നുള്ള കഥ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുള്ള ന്യായീകരണം എന്ന് പറഞ്ഞാൽ, ഞാൻ വരുന്ന ഓൾറെഡി കണ്ടതിന് ശേഷം ഇവർ മനഃപൂർവ്വമായിട്ട് കഥ അടച്ചു. എന്നോട് വരാൻ പറഞ്ഞു, എനിക്ക് നാളെ പണിക്കുള്ള സാധനങ്ങൾ എടുക്കാനാണ്. ഈ അമ്മയുടെയും സഹോദരിയുടെയും ഭാഗത്തു നിന്നുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്നു തല്ലിപ്പൊളിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കി ഇവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു. അതുമൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇതിനകത്ത് ശരിയായ സംഭവം എന്താണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ദൈവം തമ്പുരാനും മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഇനി കുറച്ച് എക്സ്പ്ലനേഷൻ കൂടെ പ്രശ്നേഷ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രശ്നേഷ് നമ്മൾ ട്രോളിൽ തന്നെ വിളിക്കുന്ന കേട്ടോ. പുള്ളിയുടെ ശരിക്കുള്ള പേര് രോഹിത് എന്നാണ്. ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസിലെ രോഹിത്. ഈ രോഹിത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം വിട്ട വീഡിയോയ്ക്കകത്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു വിഷയത്തിൽ ഇനി അറസ്റ്റ് നടക്കില്ല, ജാമ്യം കിട്ടി. ആ ഒരു ധൈര്യത്തിലാണ് പുള്ളിക്കാരൻ ഇതെല്ലാം വീണ്ടും ഇതിന്റെ മുമ്പിലേക്ക് തുറന്നടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പുള്ളിക്കാരൻ പറയുന്നത് കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ശേഷിയില്ലാത്തതുകൊണ്ടല്ല ഇത് ചെയ്യാഞ്ഞത്. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനല്ല അവിടെ പോയത്. നമ്മൾ പണിസാൻ എടുക്കണം, നാളെ പണിക്ക് പോകണം. അതായിരുന്നു നമ്മുടെ പ്രൈമറി ഉദ്ദേശം. ഞങ്ങൾ അനുവദിച്ചിരുന്ന ഇത്ര പ്രശ്നം ഉണ്ടാകത്തില്ല. അവർ വന്ന് ബഹളം ഉണ്ടാക്കി ഇതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് പറയുന്നത് നമ്മൾ ഒച്ചയും ബഹളം ഉണ്ടാക്കി വാതിലും ജനലും അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു. ഈ ആൾക്കാർ ഇതാണ് അമ്മയുടെ സഹോദരിയുടെ സൈഡിലുള്ള വേർഷനാണ് ഇവർ പറഞ്ഞത്. വാതിലും ഇത് ജനലും എല്ലാം അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു, ബഹളം ഉണ്ടാക്കി. ഇവരുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ സാധനം എടുക്കാൻ വേണ്ടി വിളിച്ചു, അത്യാവശ്യമായിട്ട് സാധനം എടുക്കണമായിരുന്നു. അതായത് സംഭവം രണ്ടുപേരും മിസ്അണ്ടർസ്റ്റാൻഡ് ആയിരിക്കുകയാണ്. അതായത് ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി, ഞാൻ ഇത് പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ കുടുംബത്തിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇവർ തമ്മിലൊരു സംഘർഷ തരത്തിലേക്കുള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. നാട്ടുകാരും അയൽക്കാരും സോഷ്യൽ മീഡിയയും എല്ലാം അറിഞ്ഞിട്ട് നാറലെന്ന് ഇവർ നാറിയിരിക്കുകയാണ്. വീഡിയോ എടുത്തല്ലോ. ഏതോ ഒരു വീഡിയോക്കകത്ത് ഒരു പെണ്ണുമ്പിള്ള പറയുന്നുണ്ട്, വീഡിയോ എടുക്കണം മക്കളെ, നിങ്ങൾ വീഡിയോ എടുക്കണമെന്ന് പറയുന്നുണ്ട് അവരുടെ ആൾക്കാരോട്. അപ്പൊ അവർ വീഡിയോ എടുത്ത് നമ്മുടെ വിഷ്വൽസ് എടുത്ത് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് വെക്കുമ്പോൾ, നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് എന്റെ വണ്ടി ആരൊക്കെ ഉപദ്രവിച്ചു എന്നുള്ളത്, എന്നെ ആരൊക്കെ ഉപദ്രവിച്ചു എന്നുള്ളതൊക്കെ എന്റെ വീഡിയോ വേണ്ടേ. അപ്പൊ അതിനായിട്ട് ഞാൻ വീഡിയോ എടുത്തു. അപ്പൊ നീ ആരാണ് വീഡിയോ എടുക്കുന്നത്? തിരിച്ചിത് വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇത് പ്രോപ്പറായിട്ട് നിയമപരമായിട്ട് നീക്കാൻ തന്നെയാണ് പ്ലാൻ. ഈ
അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കാറിനകത്തിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും നീ വീഡിയോ എടുക്കണോടോ എന്ന് വെച്ചിട്ട് ആരോ ഒരാൾ കഥക് തുറന്നിട്ട് ഇവരുടെ ഫോണിൽ കയറി പിടിക്കുന്നതാണ് ആ ഒരു രംഗം. അന്നേരം ചില അസഭ്യ വാക്കുകൾ അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ അവർ റെക്കോർഡ് ചെയ്തു, ഇവർ റെക്കോർഡ് ചെയ്തു. രണ്ടുപേരും അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്. ഇതിനകത്ത് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ, അതായത് പെങ്ങള് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് കണ്ടു വളർന്ന ഒരാളാണ്, ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ചെയ്തു വളർന്ന ഒരാളാണ്. അപ്പൊ ഇവർക്കറിയാം ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ പക്ഷത്ത് ആൾ നിൽക്കണമെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന റെലവൻ്റ് ആയിട്ടുള്ള തെളിവുകൾ വേണമെന്നുള്ളത്. ആ തെളിവുകൾ ഉണ്ടാക്കാനാണ് രണ്ട് കൂട്ടരും ശ്രമിച്ചത്. ഇത് രണ്ട് രീതി ചിന്തിക്കാം. ഒന്ന്, ശരിക്കും ഇവിടെ നടന്ന സംഭവങ്ങളെ ഇവർ റെക്കോർഡ് ചെയ്തു. രണ്ട്, എൻ്റെ സൈഡിലാണ് ന്യായം എന്ന് തെളിയിക്കാനായിട്ട് മറ്റൊരാളെ കൊണ്ട് പ്രൊവോക്ക് ചെയ്ത് മനഃപൂർവ്വമായിട്ട് സംസാരിപ്പിച്ച് റെക്കോർഡ് ചെയ്തു. ഈ രണ്ട് വശങ്ങളും ഇതിനകത്ത് വരും. ആ രണ്ട് വശങ്ങളും അവിടെ നിൽക്കട്ടെ, അതിലേക്കൊക്കെ നമുക്ക് നോക്കാം. പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നാട്ടുകാർ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴും അമ്മയെ അനിയത്തി നോക്കി നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. അവര് ഒരു വാക്ക് പറഞ്ഞില്ല. അവരവരുടെ സാധനം എടുത്തിട്ട് പൊക്കോട്ടേന്നോ ഒന്നും അല്ല പറഞ്ഞത്. അവർ അവിടെ നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു, നാട്ടുകാരെ എൻകറേജ്. ഓക്കെ, അവർ സാധനം എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾ ആദ്യം ചെന്ന് കഥക് തുറന്നപ്പോൾ തന്നെ ഇപ്പം എടുക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റാൻഡിൽ തന്നെയാണ് അവർ നിന്നത്. പകൽ സമയത്ത് ചെല്ലുമോ എന്നൊരു സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. ഇനി പകൽ സമയത്ത് ചെല്ലുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇദ്ദേഹത്തിന്റെ ആംചി അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എന്താണ് ഇതിലെ ഇന്റേണൽ സാധനങ്ങൾ നമുക്കറിയില്ല. ഏതായാലും അതൊരു പ്രശ്നമാക്കണമെന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ച് തന്നെയാണ് ഇത് മുമ്പോട്ട് പോയത്. ചെയ്തത് വീട്ടുകാരെ പിന്നെ എങ്ങനെയാ വീട്ടുകാരായിട്ട് കാണാൻ പറ്റുന്നത്? എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അവർ രക്ഷപ്പെട്ടെ, എന്നെ ഉപദ്രവിച്ചിട്ടാണ് അവർ രക്ഷപ്പെട്ടതെന്ന്. ഓക്കെ, പുള്ളിക്കാരനെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ആ നന്മയുള്ള ലോകമേ ചിന്തിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിനെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടത്, അതായത് സോഷ്യൽ മീഡിയയിൽ ഇത് അഡ്രസ്സ് ചെയ്തത് നമ്മുടെ പ്രശ്നേഷ് ചേട്ടൻ തന്നെയാണ്. മറ്റവരല്ല ഇതിനെ സോഷ്യൽ മീഡിയയിൽ ആദ്യം അഡ്രസ്സ് ചെയ്തത്. ഇത് അവരുടെ ഇടയിൽ അല്ലെങ്കിൽ ആ നാടിനിടയിൽ ഒതുക്കി തീർക്കേണ്ട ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് അവരെ അറിയുന്ന, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് തീരേണ്ട ഒരു പ്രശ്നം 1 മില്യൺ ആളുകളാണ് ഇവരുടെ വീഡിയോ കാണുന്നത്. 1 മില്യൺ ആളുകളിലേക്ക്, 10-12 ലക്ഷം ആളുകളിലേക്ക് എത്തിക്കാൻ പ്രധാന കാരണം, അല്ലെങ്കിൽ ആ ഒരു കുറെ കാട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുക, അതിന് തീപ്പെട്ടിക്കൊള്ളി ഒരച്ച് തീ എത്തിച്ചത് താങ്കൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. താങ്കൾ ഒരച്ച തീക്കൊള്ളിക്ക് അപ്പുറത്ത് നിന്ന് പെങ്ങളും അമ്മയും കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിച്ചു. ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് സംഭവിച്ചത്. അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, അമ്മയ്ക്ക് വരെ എന്തുകൊണ്ടാണ് ഈ വൈരാഗ്യം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, അനിയത്തിക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ സാധനം കിട്ടാണ്ട് വന്നപ്പോഴത്തേക്ക് അനിയത്തി അമ്മയ്ക്ക് അല്ലെങ്കിൽ പറഞ്ഞ് അടിപൊളിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, താങ്കൾ, ഞാനിത് നേരത്തെ വീഡിയോയിലും പറഞ്ഞാണ്, ആ കുടുംബത്തിനെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴത്തേനും പറമ്പിലിറങ്ങി പണി ചെയ്ത് നട്ടല് വെള്ളമാക്കി അദ്ദേഹം ആ കുടുംബത്തെ നോക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് ഭാര്യ വന്നു കഴിയുമ്പോഴത്തേനും ചില പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ആ വെള്ളമാക്കിയ നട്ടല് ഇദ്ദേഹം തന്നെ വലിച്ചൂരിക്കൊണ്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ വിരൽ ചൂണ്ടൽ പോകുന്നത് നിങ്ങളുടെ ഭാര്യയിലേക്ക് തന്നെയായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങളുടെ ഭാര്യ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത്, നിങ്ങളുടെ ഭാര്യ ഇതിനകത്ത് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ചീത്തപ്പേര് കേൾക്കാൻ പോകുന്ന ആ കുട്ടിയാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വെപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈക്കോളജി ആട്ടോ. മാറിപ്പോയി. അല്ല, അത് അമ്മ ഓൾറെഡി പറയുമായിരുന്നു. കല്യാണം കഴിയുമ്പോഴത്തേക്ക് ആമ്പിളാർ ഓൾറെഡി പറയുമായിരുന്നു പണ്ട് തൊട്ടേ. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒരു തഴയുന്ന പോലെ, നമ്മൾ അത്രയും ചെയ്യുമ്പോഴും ഒക്കെ നമ്മളെ തഴയുന്ന പോലെ നമ്മൾ. ഐ ആം ദ സോറി ഗൈസ്, ചില ശാരീരിക കാരണങ്ങളാൽ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അതാണ്ട് നടു പാളീസായി ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശാരീരിക പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക് വന്നത്. നിങ്ങൾ കാര്യമായിട്ട് എടുക്കത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം പ്രശ്നേഷ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രശ്നേഷ് പറഞ്ഞ് ബാക്കി നമുക്ക് കേൾക്കാം. എന്നിട്ട് ഈ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ മറ്റേ ഫാമിലി സൈക്കോളജി ഉണ്ടല്ലോ, പ്രീ മാരേജ് കൗൺസിലിങ്ങിനൊക്കെ ആക്ച്വലി ഇങ്ങനെയുള്ള ഈ സിംഗിൾ മദേഴ്സിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അമ്മ ഒരു ബ്രോക്കൺ മാരേജിലുള്ള അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മാരേജിലുള്ള വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇതിനൊക്കെ മറ്റേ 18 ആയിട്ടൊക്കെ പറയുന്നതൊക്കെ ദാമ്പത്യം എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ മറ്റേത് മാത്രമായിട്ട് ലൈംഗികമായിട്ടൊക്കെ പറയുന്നതൊക്കെ നിനക്കൊക്കെ വിവരം ഇല്ലാഞ്ഞിട്ടാടാ പന്നകളെ. ഓക്കെ, നിനക്കൊക്കെ വിവരമില്ലാത്തതുകൊണ്ടാണ് പന്നകളെ. നമ്മൾ നോക്കുകയാണെങ്കിൽ താങ്കൾ തന്നെയാണ് താങ്കൾ ഈ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് അമ്മയോട് താങ്കൾ ചോദിച്ചു, അമ്മയ്ക്കൊരു നല്ല ദാമ്പത്തിക ജീവിതം ഇല്ലാത്തതിൻ്റെ കണ്ണുകടിയാണോ ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ളത്. അത് എന്ത് വിവരത്തിന്റെ പേരിലാണ് താങ്കൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വന്തം അമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? താങ്കൾ താങ്കളുടെ അമ്മയോട് കാണിക്കാത്ത ഒരു ദയയും ഒരു സെന്റിമെന്റ്സും ഇവിടെയുള്ള ഒരു സാധാരണക്കാരനും കാണിക്കുന്നത് താങ്കൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്കുള്ളതിൽ കൂടുതൽ ആ അമ്മയുമായിട്ട് ഇവിടെ ആർക്കും ഒരു ബന്ധവും ഇല്ല. അപ്പൊ നിങ്ങൾ ആ അമ്മയെ കുറ്റം പറയുമ്പോഴത്തേനും 4 പേര് കാണുന്നവർ 4 ആയിട്ട് പറയും. ഓക്കെ, ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം.
അല്ലാതെ നിനക്കൊക്കെ ബോധവും വിവരവും മലയാളവും പോലും അറിയത്തില്ല എന്നാണ് എനിക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും സ്നേഹവും കാര്യങ്ങളുമാണ്. അല്ലാതെ അതിന് മറ്റേ അർത്ഥം മാത്രമല്ല ഉള്ളത്. ഇതൊക്കെ അത് ബോധമുള്ളവരുടെ കാര്യമുള്ളൂ, അല്ലാത്തതുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഭാഗം നമ്മൾ പറയുന്നു അത്രേ ഉള്ളൂ. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാത്തൊരു മാരീഡ് ലൈഫിലുള്ള അല്ലെങ്കിൽ അത് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരുടെ മകനെ ആയിരിക്കും. അതായത് അവരുടെ മകനിൽ നിന്നായിരിക്കും ആ ഒരു ഡിപ്പെൻഡൻസിയും സ്നേഹവും കെയറും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകൻ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവന്റെ വീട്ടിലോട്ട് വരുന്ന അവൻ കല്യാണം കഴിച്ച അവന്റെ ജീവിതത്തിലോട്ട് വരുന്ന അവന്റെ ഭാര്യയ്ക്കും കൂടെ ആ ഒരു റെസ്പെക്ട്. ഓക്കെ, ഇതാണ് പുള്ളി പറഞ്ഞ പോയിന്റ്. അതായത് ഒരു ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു അമ്മ മകൻ പൊന്നുപോലെ കൊണ്ടു നടക്കുമ്പോഴത്തേനും ഹസ്ബൻഡിൽ നിന്ന് കിട്ടേണ്ട കെയർ അല്ലെങ്കിൽ ആ കുടുംബത്തെ നയിക്കുന്ന മകനിലേക്കായിരിക്കും കൂടുതൽ അമ്മയ്ക്ക് വാത്സല്യം ഉണ്ടാകുക. മറ്റൊരു പെൺകുട്ടി ആ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേനും അമ്മയ്ക്ക് ചില നീരസങ്ങൾ ഉണ്ടാകുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇത് അണ്ണന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ രണ്ടുപേരെയും അമ്മയെയും ഭാര്യയെയും പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സുഹൃത്തെ താങ്കളുടെ കഴിവ്. അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുമ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോഴത്തേനും അത് പല വ്യക്തികൾ ചേരുന്നതാണ് ഒരു കുടുംബം. ഒന്നെങ്കിൽ അച്ഛനും അമ്മയാകാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ്, അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവ് എന്തായാലും ആട്ടെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ആകാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മകനും ഭാര്യയും ഭർത്താവ്, അങ്ങനെ എന്തോ 2 or 3 ആൾക്കാർ കൂടി ചേരുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത്. രക്തബന്ധം അങ്ങനെ സംഭവങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ കുടുംബത്തിൽ എല്ലാം വ്യത്യസ്തമായ ആളുകളായതുകൊണ്ട് എല്ലാവർക്കും അവരവരുടേതായ ആശയങ്ങളുണ്ടാകും, അവരവരുടേതായ ശരികളുണ്ടാകും. ഈ ആശയം മറ്റൊരാളുടെ ആശയമായിട്ട് ഒത്തുപോകണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഏത് കുടുംബം 99.99% കുടുംബം എടുത്ത് നോക്കിയാലും പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല. ഒന്നെങ്കിൽ സാമ്പത്തികത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവും. സാമ്പത്തികത്തിന്റെ പേരിലാണ് പ്രധാനമായും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മനസ്സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്ന പൊസസീവ്നെസ്, ഈഗോ, മനസ്സമാധാനം ഇല്ലായ്മ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സാധനം ശരി, നീ പറയുന്ന സാധനം ശരി. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഏത് കുടുംബം എടുത്ത് നോക്കിയാലും ഈ കുടുംബത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ കാലാകാലങ്ങളായിട്ട് പറയല്ലോ ചട്ടിയും കലവും ആകുമ്പോൾ തട്ടി മുട്ടിയിരിക്കുമെന്ന്. ഈ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന സന്തോഷത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നത് പോലെയല്ല നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന വിഷമത്തെയും ദുഃഖത്തിലെയും പുറം ലോകത്തെ അറിയിക്കുന്നത്. 4 പേര് നിങ്ങളുടെ വീട്ടിൽ നടന്ന വിഷയങ്ങളെ കാണുമ്പോഴത്തേനും 4 പേര് 4 അഭിപ്രായം പറയും. കൈകുട്ടി ചിരിക്കാൻ ആളുകൾ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ കോംപ്രമൈസ് തൊട്ട് ഒന്നിച്ച് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനത്തെ ആളുകൾ കാണത്തില്ല. ഇത് നല്ല രസമുണ്ട് കാണാൻ, അവൻ വെറും ചെറ്റിയാണ്, ആ അമ്മ വെറും കുതിരയാണ് എന്ന് പറയാനേ അവിടെ ആളുകൾ ഉണ്ടാവും. നാളെ നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ജോയിന്റ് ആകേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ മുറിവും വിള്ളലും ഒരു പക്ഷേ ഭേദമായേക്കാം. പക്ഷെ നാട്ടുകാർ വീണ്ടും വീണ്ടും ഈ മുറിവിലിട്ട് കുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ നടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ആ പ്രശ്നം നിങ്ങൾക്കിടയിൽ തന്നെ സോൾവ് ചെയ്യുക. മറ്റൊരാളെ പിടിച്ച് ഇതിനകത്തോട്ടിട്ട് അവരെ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയിച്ച് നാണം കെടുത്തി നാറ്റിച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി ചെയ്യാതിരിക്കുക. ഇപ്പൊ ഈ പ്രശ്നേഷ് പറയുന്ന പുള്ളിക്കാരന് 70,000 രൂപയോളം ചെലവാക്കി ഇനി എന്നെ ഈ വിഷയത്തെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ആയതിനാൽ വീഡിയോ ഇട്ടാക്കി പോയ പൈസ നമുക്ക് തിരിച്ചു പിടിക്കണം. കാശ്, പണോ, ദുട്ട്, മണി ആ ഒരു മൈൻഡ് സെറ്റിലാണ് പുള്ളിക്കാരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ കുടുംബമായിട്ട് പ്രശ്നം ഉണ്ടാക്കുവോ, നന്നായിട്ട് പോവോ, തമ്മി തല്ലി ചാവുവോ, എന്താന്ന് വെച്ച് ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ടുണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ 100 മടങ്ങ് ഇമ്പാക്റ്റിലുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഒരിക്കലും ഇത് പാച്ചപ്പ് ആകത്തില്ല. പാച്ചപ്പായി കഴിഞ്ഞാൽ തന്നെ ഫോർച്യൂണർ കഥയായിട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്താൻ പറ്റുകയായിട്ടാണ്. ബൈ.